ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഗ്രോ ബാഗിൽ പോട്ടിംഗ് മിക്സ് തയ്യാറാക്കി ഒരു തക്കാളി തൈ നടുക എന്നതാണ് നമ്മളിന്ന് ചെയ്യുന്നത്. അതിന് വേണ്ടി നല്ല നീർവാർച്ചയുള്ള മണ്ണ് എടുത്തതിന് ശേഷം അതിനകത്ത് ഡോളോമൈറ്റോ കുമ്മായോ രണ്ടിലേതെങ്കിലും ഒന്ന് ചേർത്താൽ മതി. നമ്മൾ ചേർക്കുന്നത് ഡോളോമൈറ്റാണ്. ഡോളോമൈറ്റ് മണ്ണിനോട് മിക്സ് ചെയ്ത് 15 ദിവസം റെസ്റ്റ് ചെയ്യാൻ വയ്ക്കണം. 15 ദിവസം ഇത് മിക്സ് ചെയ്ത് ഇട്ടിരുന്ന് വേണം ഇത് നമ്മൾ ഉപയോഗിക്കാനായിട്ട്. പക്ഷേ നമ്മളിന്ന് അങ്ങനെ ചെയ്യുന്നില്ല. നമ്മൾ പെട്ടെന്ന് അത് ചെയ്ത് ഇന്ന് തന്നെ തൈ നടാനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടി നമ്മൾ ഡോളോമൈറ്റ് മിക്സ് ചെയ്തതിന് ശേഷം കുറച്ച് ചകിരിച്ചോറ് കമ്പോസ്റ്റ് ചേർത്ത് അത് മിക്സ് ചെയ്യുക. എല്ലാ ഭാഗത്തും മണ്ണുമായിട്ട് എല്ലാ ഭാഗത്തും എത്തത്തക്കവണ്ണം നമ്മൾ മിക്സ് ചെയ്യുന്നു. ഡോളോമൈറ്റും മണ്ണും ചകിരിച്ചോറ് കമ്പോസ്റ്റും കൂടി ഒന്നുപോലെ മിക്സ് ചെയ്യുന്നു. അതിന് ശേഷം നമ്മൾ ചേർക്കുന്നത് എല്ലുപൊടിയാണ്. എല്ലുപൊടി അതുപോലെ എല്ലാ ഭാഗത്തും എത്തത്തക്ക രീതിയിൽ മിക്സ് ചെയ്യണം. ഒരു 3-4 കപ്പ് എല്ലുപൊടി ഇടണം. അത് ഫോസ്ഫറസിൻ്റെ അളവ് കൂട്ടാൻ വേണ്ടിയാണ്. മണ്ണിൽ എല്ലാ പോഷകങ്ങളും അടങ്ങിയിട്ടില്ലാത്തതിനാൽ നമ്മൾ ഫോസ്ഫറസ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എല്ലുപൊടി ഉപയോഗിക്കുന്നത്. അതും എല്ലാ ഭാഗവും എത്തത്തക്കവണ്ണം മിക്സ് ചെയ്യണം. മിക്സ് ചെയ്തതിന് ശേഷം ഇനി നമ്മൾ ഗ്രോ ബാഗിൽ 3/4 ഭാഗത്തോളം കരിയില നിറയ്ക്കുന്നു. കരിയില നിറയ്ക്കുന്നതിൻ്റെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ ഗ്രോ ബാഗ് എടുക്കുമ്പം പലയിടത്തും സ്ഥാനം മാറ്റി വയ്ക്കുന്നതിന് വേണ്ടിയാണ്. അതും കൂടാതെ കരിയില പൊടിഞ്ഞ് നല്ല വളമായിത്തീരുന്നു. പിന്നെ വായുസഞ്ചാരം കിട്ടാനും നീർവാർച്ച സൗകര്യം കിട്ടാനും വേണ്ടിയാണ് നമ്മൾ കരിയില ഉപയോഗിക്കുന്നത്. ഗ്രോ ബാഗിൽ 3/4 ഭാഗത്തോളം കരിയില ഇട്ടിട്ട് അത് നല്ലതുപോലെ അമർത്തി ഉറപ്പിക്കണം. എല്ലാ ഭാഗവും നല്ലതുപോലെ അമർത്തി ഉറപ്പിച്ചതിന് ശേഷം നമ്മൾ പോട്ടിംഗ് മിക്സ് തയ്യാറാക്കി വെച്ചേക്കുന്നത് ഇട്ട് കൊടുക്കണം. നല്ലതുപോലെ അമർത്തണം. കരിയില നല്ലപോലെ അമർത്തിയതിന് ശേഷം തയ്യാറാക്കി വെച്ചേക്കുന്ന പോട്ടിംഗ് മിക്സ് നമ്മൾ നിറയ്ക്കുന്നു. കരിയില നിറച്ചതിൻ്റെ ബാക്കിയുള്ള ഭാഗത്ത് മാത്രം പോട്ടിംഗ് മിക്സ് നിറച്ചാൽ മതി. അപ്പം നമുക്ക് വായുസഞ്ചാരം കിട്ടുകയും നല്ല നീർവാർച്ച സൗകര്യം ഉണ്ടാകുകയും പിന്നെ ജലാംശം നഷ്ടപ്പെടാതെയും ഇരിക്കും കരിയില ഉള്ളതുകൊണ്ട്. അതുപോലെ നല്ല ഇളക്കമുള്ള മണ്ണായിരിക്കണം ഇതിന് വേണ്ടി എടുക്കുന്നത്. അതെല്ലാം നല്ലതുപോലെ അമർത്തി മണ്ണും കരിയിലയും നല്ലതുപോലെ അമർത്തി ഉറപ്പിച്ചതിന് ശേഷം വേണം നമ്മൾ കുറച്ച് വെള്ളം തളിക്കണം. നല്ലതുപോലെ എല്ലാ ഭാഗവും നല്ലതുപോലെ അമർത്തി ഉറപ്പിക്കണം. ചെറിയ കല്ലുകളൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം പറക്കി കളഞ്ഞതിന് ശേഷം നമ്മൾ മധ്യഭാഗത്തായിട്ട് ഒരു കമ്പ് വയ്ക്കുന്നു. ആ കമ്പ് കുത്തുന്നതെന്ന് പറഞ്ഞാൽ അതിൻ്റെ ഉദ്ദേശം തൈകൾ വലുതാകുമ്പോൾ നമുക്ക് കമ്പ് കുത്തിക്കഴിഞ്ഞാൽ അതിൻ്റെ വേരുകൾക്ക് ക്ഷതം തട്ടും. അതിനുവേണ്ടി ആദ്യമേ നമ്മൾ കമ്പ് വയ്ക്കുന്നു. കമ്പ് വെച്ച് നല്ലതുപോലെ ഉറപ്പിക്കണം. മണ്ണിട്ട് ഉറപ്പിച്ച് കുറച്ച് വെള്ളം ഒഴിച്ച് നല്ലപോലെ ഉറപ്പ് വരുത്തണം. പോട്ടിംഗ് മിക്സ് ഇട്ട് നല്ലതുപോലെ ഉറപ്പിക്കണം. നല്ലതുപോലെ ഗ്രോ ബാഗിൽ ആ കമ്പ് ഉറച്ചതിന് ശേഷം കുറച്ച് വെള്ളം ഒഴിക്കണം. വെള്ളം ഒഴിക്കുന്നത് ഇത് നല്ലതുപോലെ മണ്ണിൽ ഉറച്ച് കിട്ടാൻ വേണ്ടി, കമ്പ് നല്ലതുപോലെ ഉറച്ച് കിട്ടാൻ വേണ്ടിയാണ് നമ്മൾ വെള്ളം ഒഴിക്കുന്നത്. വെള്ളം ഒഴിച്ച് അതിന് ശേഷം നമ്മൾ ഉദ്ദേശിക്കുന്ന തൈ നടണം. നമ്മൾ ഉദ്ദേശിക്കുന്നത് തക്കാളി തൈയാണ്. ആ തക്കാളി തൈ നടുക. 3 തക്കാളി തൈയൊക്കെ നടാം. പക്ഷെ നമ്മളിപ്പോൾ 2 നടുന്നുള്ളൂ. 2-3 എണ്ണം നടാവുന്നതാണ്. നല്ലതുപോലെ അമർത്തി കൊടുക്കണം. അതിനുശേഷം ശകലം വെള്ളം തൈക്ക് ഇളക്കം തട്ടാത്ത രൂപത്തിൽ ശകലം വെള്ളം തളിച്ചു കൊടുക്കും.